വെൽക്കം ടു ഫുഡ് ഇൻഷി. നമുക്കൊരു ബ്രെഡ് പോക്കറ്റ് ഷവർമ ഉണ്ടാക്കിയെടുത്താലോ? അതിനായിട്ട് ഞാൻ കുറച്ച് ബ്രെഡും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് 4 ബ്രെഡ് ഉണ്ട്. ഇത് സാൻഡ്വിച്ച് ബ്രെഡാണ്. പിന്നെ ചിക്കൻ വേപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതിന് ചെറിയ പീസാക്കണം. പിന്നെ അതേ കുറച്ച് പച്ചക്കറി, പിന്നെ ബ്രെഡ് ക്രംസ്, മൈദ കലക്കിയെടുത്തത്, മയണൈസ്. ഇത് വെച്ചിട്ട് നമുക്കൊരു നല്ലൊരു ബ്രെഡ് പോക്കറ്റ് ഷവർമ ഉണ്ടാക്കിയെടുക്കാം. അരിഞ്ഞ് വെച്ച് കൊണ്ടുവന്ന് പച്ചക്കറിയൊക്കെ നമുക്ക് ചേർത്തെടുക്കാം. ഇത് ക്യാപ്സിക്കം, അതൊന്ന് വെള്ളം കളഞ്ഞെടുക്കാം. ഇത് ചാറുണ്ടാവില്ലേ ക്യാപ്സിക്കത്തിൻ്റെ, അതൊന്ന് കളഞ്ഞാൽ മതി. അപ്പോൾ തന്നെ കക്കിരി, അതും അതിനൊന്ന് പിഴിഞ്ഞാൽ മതി കൈ കൊണ്ട്. അപ്പം അതിൻ്റെ വെള്ളം അങ്ങ് പോകും. ക്യാരറ്റ്, കാബേജ്, ചിക്കൻ, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് പൊഴിഞ്ഞ ചിക്കനാണ്. കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. എരിവ് ആവശ്യമുള്ള ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇടണ്ട. നന്നായി ഇളക്കിയെടുക്കുക. നന്നായി ഇളക്കി ചേർത്തെടുക്കണം. ഇതോടെ സൈഡിൽ വെക്കാം. നമുക്ക് ബ്രെഡിന് ശരിയാക്കി എടുക്കാനുണ്ട്. ബ്രെഡ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്യാം. അതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ കലക്കി വെച്ച മൈദയിൽ ഒന്ന് മുക്കിയെടുത്താൽ മതി. അതുപോലെ നെക്സ്റ്റും അതുപോലെ മുക്കിയെടുക്കുക. എന്നിട്ട് രണ്ടും പാടെ ഒരുമിച്ച് ഒന്ന് ഒട്ടിച്ച പോലെ ആക്കി കൊടുക്കുക. ഇതും അതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. ഇനി ഇതെന്താ ചെയ്യുക, നമ്മളെ ബ്രെഡ് ക്രംസ് ഇല്ലേ, ബ്രെഡ് ക്രംസ് അതിനൊന്ന് സ്കിപ്പ് ചെയ്തെടുക്കുക. ബ്രെഡ് ക്രംസിൽ നന്നായി മുക്കി കൊടുക്കണം. നന്നായി മുക്കി കൊടുക്കണം. കണ്ടോ? ഇതേമാതിരി നമുക്ക് നെക്സ്റ്റും അതുപോലെ മുക്കിയെടുക്കാം. ഇതേമാതിരി ബ്രെഡ് ക്രംസ് നല്ലോണം ബ്രെഡ് ക്രംസിൽ മുക്കണം. കണ്ടോ? അതുപോലെ ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ഞാൻ കടായി വെച്ചിട്ട് അതിൽ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മൊരിഞ്ഞിട്ട് ഇത് വേണ്ട, വിട്ട് വരില്ല. അതിനാണ് നമ്മൾ മൈദയിൽ മുക്കുന്നത്. നമ്മൾ 2 കൂട്ടി വെച്ചിട്ടില്ലേ, അത് വിട്ട് വരികയില്ല. അതുപോലെ മൊരിയിച്ചെടുക്കുക. നല്ലോണം മൊരിഞ്ഞ് വന്നിട്ട് ഒന്നും കൂടെ മൊരിയാനുണ്ട്. നല്ല കളർ വരും മൊരിഞ്ഞിട്ട്. അപ്പം ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ടോ? ഇതേപോലെ നല്ലോണം മൈദയിൽ മുക്കണം. അപ്പം തന്നെ വിട്ട് വരിക. ഇനി അടുത്തത് പൊരിച്ചെടുക്കാം.
ഇനി കൈ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു ചട്ടകത്തിൽ വെക്കുക, അതിലേക്ക് മെല്ലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ശരിക്കും പൊരിച്ചുകൊടുക്കാൻ പറ്റും. ഇതേപോലെ കോരി എടുത്ത പോലത്തെ ചട്ടകയില്ലേ, ആ ചട്ടകത്തിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ മതി. ഇനി മുരിയട്ടെ. ഇത് നമുക്ക് തിരിച്ചിടാം. ഇങ്ങനെ കട്ട് ചെയ്യണം. നല്ല വലിയ കത്തിര ഉണ്ടെങ്കിൽ ശരിക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചേരുവകൾ ഇട്ട് കൊടുക്കാം. ഇത് ചൂടുണ്ട്, ചൂടാറിയിട്ടാണെങ്കിൽ നല്ലതാണ്. ഉണ്ടോ ഇതേപോലെ. അപ്പോൾ ഇതിന് നല്ലൊരു ഹോൾസ് ഉണ്ടാവും. ഉണ്ടോ, ഈ ഹോൾസിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചത് വെച്ച് കൊടുക്കാം. എത്ര വേണമെങ്കിലും ഇതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. കുറേ നല്ലോണം വെച്ചിട്ട് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ലോണം വെച്ച് കൊടുക്കുക. ഇതേമാതിരി കണ്ടോ. പിന്നെ മയണൈസ് വെക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം വെച്ചാൽ മതി, അല്ലെങ്കിൽ മയണൈസ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോസ്, മയണൈസ് ഇതൊക്കെ വെക്കാൻ ഇഷ്ടമുള്ളവർക്ക് മാത്രം വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇതിൽ സോസൊന്നും ഇട്ടിട്ടില്ല. ഇതുമാതിരി നന്നായി നിറച്ചു കൊടുക്കാം. കണ്ടോ, ഈ മയണൈസ് വേണ്ടി വരാണെങ്കിൽ ഇതേമാതിരി ഈ മയണൈസ് ഇതിലേക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, ചിലർക്ക് മയണൈസ് ഇഷ്ടമുണ്ടാവില്ല. ഇത് എഗ്ഗ് മയണൈസാ. കണ്ടോ, മയണൈസ് ഇഷ്ടമുള്ളവർ മാത്രം മയണൈസ് വെച്ചാൽ മതി. ഇതേപോലെ ഞാൻ അടുത്തത് ഉണ്ടാക്കിയെടുക്കാം. ഇനി മയണൈസും ഇതിന് ഞാൻ കുറച്ച് സോസൊക്കെ വെക്കുന്നുണ്ട്. ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കിയെടുക്കട്ടോ. ഇത് തുറന്നെടുക്കാൻ പറ്റും നമുക്ക്. ഇത് കൈകൊണ്ട് തുറക്കാൻ പറ്റുന്നില്ല, ഒന്ന് കത്തിയോണ്ട് മെല്ലെ ഇങ്ങനെ പൊളിച്ചെടുത്താൽ മതി. അപ്പോൾ ശരിക്ക് പൊളിഞ്ഞിട്ടിങ്ങ് വരും. കണ്ടോ, കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇത് മയണൈസ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഒക്കെ ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട്. ടീസ്പൂൺ വെച്ചിട്ട് വേണ്ടിയവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഒരു പീസുണ്ട്. ഇതേപോലെ കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് തുറന്നു കൊടുത്താൽ മതി. നമുക്ക് കൈ കൊണ്ട് തുറന്നിട്ട് പൊട്ടാൻ തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് കത്തിയെടുത്തിട്ട് അങ്ങ് തുറന്നു കൊടുത്താൽ മതി. അപ്പോൾ ശരിക്കും തുറന്നു വരും. കണ്ടോ, ഇനി ഇതിലേക്കും വെച്ച് കൊടുക്കാം. ഒരു പണിയില്ല. പിന്നെ സാധനങ്ങളൊക്കെ എല്ലാം അടുപ്പിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു പണിയിലാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒക്കെ ആദ്യം കട്ട് ചെയ്ത് വെക്കുക, എല്ലാം കട്ട് ചെയ്തെല്ലാം ശരിയാക്കി വെക്കുക. അപ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അതൊക്കെ ഒരു പാത്രത്തിൽ നിങ്ങൾ ഇങ്ങനെ ഷവർമ ഉണ്ടാക്കി നോക്കിയാൽ അതേപോലെ ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ച മാതിരി ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഞാൻ അത് രണ്ട് വിധത്തിൽ ഉണ്ടാക്കിയത് എന്താ വെച്ചാൽ ഇവിടെ മയണൈസ് ഇഷ്ടമില്ലാത്തവരുണ്ട്. അതുകൊണ്ട് ഞാൻ മയണൈസ് വെച്ചില്ല. അത് കോഴിമുട്ടൻ്റെ മയണൈസാണ്, പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്.
2 വെളുത്തുള്ളി, പുഴുങ്ങിയ മുട്ട, അതുപോലെ തന്നെ കുറച്ച് ഓയിൽ, കുറച്ച് കുരുമുളക്, ഇത്തിരി പഞ്ചസാര, ലേശം ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടാക്കിയതായത്. അത് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല കോഴിമുട്ടായതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ഫേസ്ബുക്കും ഫോളോ ചെയ്യുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആദ്യമൊക്കെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് പിന്നെ അങ്ങ് തുടങ്ങിയാൽ മതി. അപ്പോൾ എല്ലാം എളുപ്പം കഴിയും. ഓക്കെ, ബൈ.